ആ മാതാക്കൾ നന്മയുടേതായ കവാടങ്ങളായിരുന്നു. നമ്മൾ പലപ്പോഴും നമുക്ക് നഷ്ടബോധമുണ്ടാകും, അവർ മരിച്ചുപോയല്ലോ. അങ്ങനെ ജീവിച്ചിരിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകുമല്ലോ ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മളുടെ കൂട്ടത്തിൽ. ആ കടമകൾ അവസാനിച്ചു എന്ന് കരുതരുത്. നമുക്ക് മുമ്പിൽ നന്മയുടെ കവാടങ്ങൾ ഇനിയും അവരോട് ചെയ്യാനുള്ളത് കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല. അവരുടേതായ ഖബറുകളിൽ പ്രകാശം നിറയാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ സന്താനം അതവരുടെ ഖബറിൽ അവർക്ക് പ്രകാശം കിട്ടാൻ കാരണമായി തീരും. നിരന്തരമായി നമ്മൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, തീർന്നില്ല. നമ്മുടേതായ ഇസ്തിഗ്ഫാറുകൾ അവർക്ക് സ്വർഗീയമായ പദവിയിൽ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് കയറാൻ അത് നിമിത്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന കടബാധ്യതകൾ നിനക്ക് താങ്ങാവുന്നതാണെങ്കിൽ നമ്മൾ വീട്ടുക. അത് അവരോട് ചെയ്യുന്ന സ്നേഹമാണ്. അവർ നിർവഹിച്ച വല്ല നേർച്ചക്കടങ്ങളും ഉണ്ടായിരുന്നുവോ റബ്ബിന്റെ പേരിൽ അവർ നേർച്ചയാക്കിയത്, അത് വീട്ടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ കടമ തന്നെയാണ്. അവർ നൽകിയിട്ടുള്ള കരാറുകൾ, അവർ നൽകിയിട്ടുള്ള വസിയത്തുകൾ, അവർ നൽകിയിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, അതൊക്കെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതൊക്കെ അവരോട് മരണശേഷവും ചെയ്യേണ്ടുന്ന നമ്മുടെ കടമകളാണ്. അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാം. എൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക് എൻ്റെ ഉപ്പാക്ക് വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി മക്കളെ നമുക്ക് നല്ല നല്ല സദഖകൾ അവർക്ക് വേണ്ടി നിർവഹിക്കാം. അവരോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് അവരുടെ ബന്ധുക്കളോടുള്ള സ്നേഹം. അവരെ ആദരിക്കുക, ബഹുമാനിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ അനിയത്തിയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അവരാണ് ഇളയമ്മമാര്, അവരാണ് മൂത്തമ്മമാര്, ചെറിയുമ്മ, വലിയുമ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന അവരൊക്കെ ഉമ്മയുടെ സ്ഥാനത്താണ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, അങ്ങനെയുള്ള നമ്മുടെ ഇളയമ മൂത്തമ്മമാരൊക്കെ ഉമ്മയുടെ സ്ഥാനത്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മയെ മരിച്ചു പോയിട്ടുള്ളൂ, ആ ഉമ്മയുടെ സഹോദരിയുണ്ടോ, മൂത്തമ്മയുണ്ടോ, ഇളയമയുണ്ടോ? പോയി കാണണം, പരിചരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അസബതു ദൻബൻ അദീമാ, ഞാനൊരു വലിയ പാപം ചെയ്തു പോയി നബിയേ, എനിക്ക് പശ്ചാത്തപിക്കാൻ എന്താണ് മാർഗം? ഒരു വൻ തെറ്റിലാണ് ഞാൻ അകപ്പെട്ടിട്ടുള്ളത്, എനിക്ക് പശ്ചാത്തപിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മുത്ത മുസ്തഫായുടെ ചോദ്യം, ഹൽ ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മണ്ടോ? ഉമ്മ ഹയാത്തിലുണ്ടോ? നാ അവരെ പോയി പരിചരിക്കുക. അപ്പൊ പറഞ്ഞു, ഇല്ല, എൻ്റെ ഉമ്മ മരിച്ചിരിക്കുന്നു, എനിക്ക് ഉമ്മല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, എങ്കിൽ ഹൽ ലക മിൻ ഖാല, നിനക്ക് ഇളയമയുണ്ടോ, മൂത്തമ്മയുണ്ടോ? ഉണ്ട് നബിയെ. ഫബിർറഹ, നാ അവർക്ക് നന്മ ചെയ്യ പോയിട്ട്. അതിനോട് കിടപിടിക്കുന്ന ഏത് പ്രവർത്തനമാവുള്ളത്? നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായി സീറ്റുറപ്പിക്കാൻ, ഇതിനേക്കാൾ ഇനി ഉന്നതമായ ഒരു നന്മയുടെ കവാടം ഇനി ഏതാ നമുക്ക് റബ്ബ് തുറന്നു തരേണ്ടത്?